ഹലോ ഫ്രണ്ട്സ്, പന്തു ടോക്കീസിലേക്ക് സ്വാഗതം. ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊക്കെയാണ്. എന്നാൽ ഇവർക്കൊക്കെ മുകളിൽ ലോകത്തെ മുഴുവൻ ഫുട്ബോളിനെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതാണ് ഫിഫ, ഫെഡറേഷൻ ഇന്റർനാഷണൽ ദെ ഫുട്ബോൾ അസോസിയേഷൻ. സ്വന്തമായൊരു രാജ്യമോ സൈന്യമോ ഇല്ലാത്ത ഈ സംഘടനയ്ക്ക് ഐക്യരാഷ്ട്രസഭയേക്കാൾ കൂടുതൽ അംഗരാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് ഫിഫയുടെ പവർ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഫിഫ എങ്ങനെയുണ്ടായി, അവരുടെ യഥാർത്ഥ റോൾ എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. 1900കളുടെ തുടക്കത്തിൽ ഫുട്ബോൾ വളരെ പോപ്പുലറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് യൂറോപ്പിൽ. പക്ഷെ അന്ന് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഓരോ രാജ്യത്തും ഫുട്ബോൾ കളിച്ചിരുന്നത് ഓരോ നിയമങ്ങൾ വെച്ചായിരുന്നു. ഇംഗ്ലണ്ടുകാർ കളിക്കുന്ന നിയമമായിരുന്നില്ല ഫ്രാൻസുകാർക്ക്. അതുകൊണ്ടുതന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു ഇന്റർനാഷണൽ മാച്ച് നടത്തുമ്പോൾ ഭയങ്കര തർക്കങ്ങളുണ്ടാവുമായിരുന്നു. ആർക്കും ഒരു കൺട്രോൾ ഇല്ലാത്ത ആ സമയത്താണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ ഗ്ലോബലായിട്ടൊരു ഓർഗനൈസേഷൻ വേണമെന്ന ചിന്ത ഫുട്ബോൾ പ്രേമികൾക്കുണ്ടാവുന്നത്. അങ്ങനെ ഫ്രാൻസിലെ പാരീസിൽ വെച്ച് 1904 മെയ് 21 ഫിഫ ഔദ്യോഗികമായി രൂപീകൃതമായി. വെറും 7 രാജ്യങ്ങൾ മാത്രമായിരുന്നു അന്നതിലുണ്ടായിരുന്നത്: ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്. ഫ്രഞ്ചുകാരനായ റോബർട്ട് ഗ്യൂറിനായിരുന്നു ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ലോകം മുഴുവൻ ഒരേ നിയമങ്ങൾ വെച്ച് ഫുട്ബോൾ കളിക്കുക, ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യങ്ങൾ. രസകരമായ കാര്യമെന്താണെന്നോ, ഫുട്ബോൾ കണ്ടുപിടിച്ച ഇംഗ്ലണ്ട് തുടക്കത്തിൽ ഫിഫയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ 7 രാജ്യങ്ങളിൽ തുടങ്ങിയ ഫിഫ ഇന്ന് 211 രാജ്യങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഓർഗനൈസേഷനായി മാറി. എന്നാൽ ഫിഫയുടെ ചരിത്രം അവിടെ തീരുന്നില്ല. അവർ ലോകകപ്പ്, വേൾഡ് കപ്പ് എന്നൊരു വലിയ സ്വപ്നം കണ്ടു തുടങ്ങി. ആ സ്വപ്നം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമായി മാറിയത്? അത് നമുക്ക് ഈ സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പന്തു ടോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ബൈ.